ഹലോ ഗൈസ്, അങ്ങനെ ഡേ 3 ആയി. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ നല്ല ഒഴുക്കുണ്ട്, നല്ല മഴയാണ്. ഇന്നലെ രാത്രി ഫുൾ മഴയാണ്. ഇപ്പോൾ ഇവിടെ യെല്ലോ അലേർട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സീനാണെന്നാണ് തോന്നുന്നത്. അപ്പം എന്താവെന്ന് അറിയില്ല. ഇതിപ്പോൾ ഈ മഹിം പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒഴുക്കിൽ അങ്ങനെ പിടിച്ച് പോകാൻ നമ്മൾ പിടിച്ച ആ ഒഴുക്കിന്റെ ഫാസ്റ്റിലൊക്കെ പോകാനാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാന്. പക്ഷെ ആ ഒഴുക്കിന്റെ ഫാസ്റ്റിലൊക്കെ അങ്ങ് ലാസ്റ്റ് എവിടെയെങ്കിലും എത്താണ്ടിരുന്നാ മതി എന്നാ ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാല് പോന്ന വഴിക്ക് കല്ലും ഇതൊക്കെ ഉണ്ടാവുമല്ലോ പൈമല്. കാരണം എൻ്റെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് എൻ്റെ. അപ്പം എന്തിനടിച്ചാലും ഒറ്റ പോക്കൊക്കെ ഇട്ട് പോകും എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാണ് എനിക്ക് ആകെ ഉള്ള ഒരു പേടി. പക്ഷെ നോക്കാം, നമ്മളിതാ നല്ല ചായയൊക്കെ ഉണ്ടാക്കാണ്. ചായ ഉണ്ടാക്കിയിട്ട് ഒരു മാഗിയോ അല്ലെങ്കിൽ ഇതാ നമുക്ക് നല്ല ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. ഓട്സ് ഉണ്ട്, എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ്. പിന്നെ ഇതാ പിന്നെ ഗ്രനോള ഉണ്ട്. ഗ്രനോള നൈസാണ്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ വിടണം. നമുക്ക് നല്ല പനിയൊക്കെ ആയി. ഇപ്പോൾ ഫുൾ സീനാണ്. നോക്കട്ടെ. രാത്രി നമ്മൾ മഴയത്ത് വെച്ച് പോയിട്ട് ഇതൊക്കെ എല്ലാം ഫുള്ള് വെള്ളം കയറി ആകെ ചെറിയ കുളം. അതെ, ആരംഭമായിട്ടുണ്ട്. എന്തെങ്കിലും വെള്ളമൊക്കെ കയറിയെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, നല്ല ഒഴുക്കുണ്ട്. അതിന് പാത്രം കഴുകുവാണ്. ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയേട്ടാ. ബാഗ് പണി കിട്ടി. എന്ത് ബാഗേനും? മറ്റേ ബാഗ്, ഇതൊക്കെ ഇടുന്ന ബാഗ്, ഈ കയാക്കിൻ്റെ ഒക്കെ ബാഗ്. വണ്ടി എഴുതണമെന്നുണ്ടല്ലേ. അതിന് ഈ തോണിയിലുള്ള വെള്ളമൊക്കെ വെള്ളമൊക്കെ എന്തൊരു കഷ്ടപ്പാടല്ലേ മൈനെ. അതെ, നീ കഷ്ടപ്പാട് എടുക്കൂലല്ലോ, കുഴിപ്പടിയല്ലോ അല്ലേടാ. എൻ്റെ ഇതിൽ അത്ര വലിയ വെള്ളമൊന്നുമില്ല. എൻ്റെ ചേരിനിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് അങ്ങനെ വെള്ളം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പാത്രം കഴുകാൻ പറ്റിയല്ലേ. ഞാൻ ഇത് പ്രതീക്ഷിച്ചു. അതുകൊണ്ടാ നിനക്കെല്ലാം കുടിവെള്ളത്തിൽ പാത്രം കഴുകണം. അതെ അതെ അതെ. ഇതറിയാം. നിങ്ങൾക്ക് ഇതിൻ്റെ പവർ എത്ര മനസ്സിലാവണ്ടോ അറിയില്ല. പക്ഷെ നല്ല സീനാണ്, നല്ല കാറ്റാണ്. അയ്യോ, ഇളക്കുന്നടാ. ഞാൻ ഫുള്ള് എയറില്ല. അതെ, ഓ നല്ല സീനാണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലേ. ഓ വെള്ളം നല്ല സീനാ. എടാ, എന്തേലും പറ്റിയ രക്ഷിക്കാൻ പോലും ആരും ഇല്ല കേട്ടോ. എടാ നല്ല സീനാടാ, ഇങ്ങോട്ടേക്ക് വരില്ല. നല്ല കാറ്റും. മുമ്പോട്ടേക്ക് പോണില്ലടാ, ഇത് മുമ്പോട്ടേക്ക് വരണില്ല. എടാ നല്ല സീനാടാ. നീണില്ല. നമ്മളിന്ന് എവിടെ എത്തും തോന്നില്ല കേട്ടോ. അയ്യോ
അങ്ങനെ ഇവിടെ കയറി വാരണക്കാറ്റ്. മൈന എവിടെയാന്നൊക്കെ അറിയില്ല, മൈനെ കാണാൻ പറ്റണില്ല. കാറ്റ് കണ്ടെങ്കിൽ കാറ്റാണ്. മുമ്പോട്ട് പോണില്ല, ബാക്കോട്ടേക്കാണ്. ഞാനിവിടെ പാർക്കാക്കി. നമ്മള് കായാക്കൊക്കെ ടയർഡായോണ്ട് നിർത്തി ഒരു കാട്ടിലോട്ടെ. നമ്മൾ മേലോട്ടേക്ക് കയറി എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ ഏതോ ഒരു വീട്ടിൻ്റെ അടുത്താണ് എത്തിയത്. ഇപ്പോൾ ചോദിക്കണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന്. ഇതിലോട്ടെ അയ്യോ, നമുക്ക് എന്നാലും ഒന്ന് പോയി ചോദിച്ചു നോക്കാം. വേറെ എന്താ പറയാന്നറിയില്ല. നമ്മളാണെങ്കിൽ ഇവിടെ നോർമലി വെള്ളിയൊക്കെ ഉണ്ടായി എന്തോ അങ്ങനെ ഞാനും മഹീനും ഇവിടെ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നിന്നാണ്. അപ്പം നമ്മൾ ഫുഡ് ബുക്ക് ചെയ്തു, ഇത് കഴിച്ച് എന്താ അന്ത്യ. അതെ, ഫഹീമിന് എൻ്റെ കൂടെ കൂടണ്ടാന്ന് ഞാൻ ശരിയല്ലാന്ന് ഫഹീം പോവുക. അപ്പോൾ എനിക്ക് തീരെ വയ്യ. എനിക്ക് ഏകദേശം എന്താ പറയുക, പനിയും പിന്നെ ശരീരവേദനയൊക്കെ ആയിട്ട് തീരെ പറ്റണില്ല. പറയാം 2ാം മാസം. അപ്പം അതുകൊണ്ട് പിന്നെ ഇന്നലെ എൻ്റെ കാല് ഒരു കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് മുറിഞ്ഞിട്ടുണ്ടായി നല്ലോണം. അപ്പം അതൊക്കെ നല്ല പെയിനുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഞാനെന്നാൽ തിരിച്ച് വാർത്തോട് പോകാൻ വിചാരിച്ചു. ഇൻഷാല്ലാ പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. അപ്പോൾ ഒന്ന് റെഡിയായി മൈൻഡൊക്കെ ഒന്ന് സെറ്റായിട്ട് പിന്നെയും ഇറങ്ങാം. അപ്പോൾ അതുവരെ ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ കൂട്ടാൻ വരും. അപ്പോൾ അവൻ്റെ പേരും നേരെ വാട്സപ്പ് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അങ്ങനെ ഞാൻ പുഴയിലൂടെ യാത്ര തുടങ്ങുവാണ്. ഞാൻ പുഴയിൽ അതിസാഹസികമായിട്ട് ഗിഡാൻസ്ക്ക് എത്തിയാൽ കാണാം, എത്തിയില്ലെങ്കിൽ ശുഭദിനം. 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 ശുഭദിനം.